Hello everyone. Today let's start a new topic. One of the very important and interesting topic in pharmacognosy, oxytocic drug, ergot. So before going into discussion, we shall discuss what is ergotism or Saint Anthony's fire. Ergotism, also known as ergotoxicosis and Saint Anthony's fire, it is the effect of long-term ergot poisoning, traditionally due to the ingestion of the alkaloids produced by the Claviceps purpurea fungus that infects rye and other cereals, and more recently by the action of number of ergoline-based drugs. അതായത് ഇതൊരു പോയിസണിങ് ആണ് എർഗോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാലത്ത് ആൾക്കാർ എസ്പെഷ്യലി ഇപ്പോൾ ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയൊക്കെ ആൾക്കാർ അവരൊരു സ്റ്റേപ്പിൾ ഫുഡായിരുന്നു ഈ റൈ പ്ലാൻ എന്ന് പറയുന്നത്. റൈ ഒരു സെറിയലാണ്, നമ്മൾ ഗോതമ്പും റൈസൊക്കെ പോലുള്ള സെറിയലാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് അവർ ബ്രെഡ് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. സോ this fungus grew in the rye plant. അപ്പോൾ ഈ എർഗോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗസ്, ഇറ്റ്സ് ഗ്രോ ഇൻ ദ റൈ പ്ലാന്റ്. അപ്പോൾ ഇതിൽ അറിയാതെ ഈ ഒരു ഫംഗസ് ഈ ഒരു ആ ഗ്രെയിൻസിൽ വരുമ്പോൾ അതുപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിച്ച ആൾക്കാരിൽ പോയിസണിങ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതൊരു മധ്യകാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. 1994 ഫ്രാൻസിൽ അറൗണ്ട് ഒരു 20,000 to 40,000 people they died eating the rye bread. അതായത് ഫ്രാൻസിൽ നടന്നൊരു സംഭവമാണ്. അങ്ങനെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇത് അറിയില്ല, ഇതാണ് കാരണം എന്നറിയില്ല, ഒത്തിരി ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഈ ഒരു എർഗോട്ടിസം എന്ന് പറയുന്നൊരു സംഭവം കാരണം, അല്ലെങ്കിൽ ഈ ഒരു പോയിസണിങ് കാരണം മരിച്ചിട്ടുണ്ട്. അന്നറിയില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാരത് റിലീജിയനുമായിട്ട് അല്ലെങ്കിൽ ഫെയ്ത്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അന്ന് ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് റിലീജിയസ് സൂപ്പർസ്റ്റിഷൻ ഓഫ് സിൻ, അതായത് തെറ്റ് അല്ലെങ്കിൽ പാപം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എർഗോട്ടിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. വെൻ ഇൻജസ്റ്റഡ് ഇറ്റ് മേ ലീഡ് ടു കൺവൽഷൻ, ഹൽയൂസിനേഷൻ, ഇറിറ്റേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഗാംഗ്രീൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അതായത് നമ്മുടെ ലിംസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അത്രയും സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ശരിക്കും ഈ എർഗോട്ടിസം എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് മേ ലീഡ് ടു ഡെത്ത്, സീഷേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൈക്കോസിസ്, ഹെഡ് ഏക്സ്, മാനിയ, അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരു ഭ്രാന്തി പിടിച്ച പോലത്തെ സ്പാസംസ് അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പം വളരെ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അവരത് സ്വാഭാവികമായിട്ടും റിലീജിയനെയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഈ ഫ്രാൻസിലും ഇങ്ങനെയുള്ള അവിടെങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്ത്യൻ മിഷണറീസ്, ബെനഡിക്സിൻ മങ്സ്, അവരാണ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ദേ യൂസ്ഡ് റെലിക്സ് ഫ്രം ദ സെയിൻറ്റ് ആൻ്റണീസ്. അതായത് സെയിൻറ്റ് ആൻ്റണി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇതിൽ പറയുന്നൊരു ഒരു വിശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ചർച്ചസിലൊക്കെ പോയി പ്രെയർ ചെയ്യുമായിരുന്നു. അപ്പം സെയിൻറ്റ് ആൻ്റണീസ് വാട്ടർ, അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ്, അങ്ങനെയുള്ള അന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ഇതും ഉപയോഗിച്ചിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഈ മങ്സ്, ഈ സന്യാസിമാർ ട്രീറ്റ് ചെയ്യുമായിരുന്നു എർഗോട്ടിസം വന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും അതിന് ആ ഒരു പേര് വരാൻ കാര്യം, സെയിൻറ്റ് ആൻ്റണീസ് ഫയർ എന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് അജ്ഞതയായിരുന്നു ആൾക്കാർക്ക്, ഇതെന്താണ് ഇതിനുള്ള റീസൺ അറിയില്ലായിരുന്നു. അപ്പോൾ പാപം ചെയ്യുന്ന ആൾക്കാരിലാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരു രീതിയിൽ തന്നെയായിരുന്നു, റിലീജിയസ് ആയിട്ട് അങ്ങനെയുള്ള പ്രെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ മരുന്നുകൾ, വെള്ളമൊക്കെ തളിച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഈ സന്യാസിമാർക്ക് അത് ചിലതിൻ്റെ പല സിംറ്റംസും അന്ന് അവൈലബിൾ ആയിട്ടുള്ള പല മെഡിസിനൽ പ്ലാന്റ്സും ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, പ്രാർത്ഥനയൊക്കെ ഉപയോഗിച്ചിട്ട് ക്യൂർ ചെയ്യുന്നതിൽ അവർ വിജയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു പേര് വരാനുള്ള കാര്യം. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് എർഗോട്ട് എന്ന് പറയുന്ന ഒരു പോയിസണാണ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗസാണ് ഇതിനൊക്കെ കാരണമെന്ന് മനസ്സിലായത്. പിന്നീട് അതിൻ്റെ പല മെഡിസിനൽ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എർഗോട്ടിസം അല്ലെങ്കിൽ സെയിൻറ്റ് ആൻ്റണീസ് ഫയർ ഇതൊരു പോയിസണിങ് ആണ്. അതായത് എർഗോട്ടിസം റിസൾട്ട്സ് ഫ്രം ദ ഇൻടോക്സിക്കേഷൻ ഓഫ് ദ എർഗോലിൻ ആൽക്കലോയിഡ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗസ് പ്രസൻറ്റ് ഇൻ ദ സ്ക്ലീറോട്ടിയ ഓഫ് ദ ക്ലാവിസെപ്സ് പർപ്യൂറിയ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എർഗോട്ട് എന്താണ്, എർഗോട്ടിൽ നിന്നുള്ള ആൽക്കലോയിഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എർഗോട്ട് സിനോണിം: ergot, rye ergot, Sicyl cornatum, pure dry ergot of rye, ergota. Biological source: ergot is a dried sclerotium of a fungus, Claviceps purpurea.
belongs to the family Clavicipitaceae. And developing in the ovary of the rye plant Sickle cereal belongs to the family Graminae. നമ്മൾ നേരത്തെ പറഞ്ഞു റൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റമാണ്, ഒരു സെറിയലാണ്, ഗോതമ്പൊക്കെ പോലെ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ച് വളരുന്നൊരു ഫംഗസ് ആണ്. അപ്പോൾ റൈ പ്ലാന്റിൻ്റെ സോഴ്സാണ് സിക്കേൽ സെറിയൽ ഗ്രാമിനെ ഫാമിലി. ആൻഡ് ഫംഗസിൻ്റെ ബയോളജിക്കൽ സോഴ്സാണ് ക്ലാവിസെപ്സ് പർപ്യൂരിയ, ബിലോങ്സ് ടു ദ ഫാമിലി ക്ലാവിസിപ്പിറ്റേസി. Geographical source: it is mainly found in Czechoslovakia, Hungary, ഇന്നത്തെ റഷ്യ, and Switzerland, Germany, France, Yugoslavia, Spain, Russia, and India. In India, it is cultivated in Kodaikanal. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലാണ് നിലവിൽ അതിൻ്റെ കൾട്ടിവേഷൻ ഉള്ളത്. This is a rye plant. നെല്ലും ഗോതമ്പൊക്കെ പോലത്തെ ഒരു സെറിയലാണ്. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഫംഗസ് ആണ്. ആ ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, അതിൻ്റെ കതിരിൽ വളരുന്ന ഫംഗസ് ആണ്. അതൊരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എർഗോട്ട് ഓൺ ദ റൈ പ്ലാന്റ്. Now let's discuss the life cycle of ergot. നമ്മളപ്പോൾ ഇതുവരെ എർഗോട്ട് എന്ന് പറഞ്ഞൊരു ഫംഗസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു ഫംഗസിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എല്ലാ ബോർഡ് എക്സാമിനും ചോദിക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ, ഷുവർ ആണ്. ഓക്കെ, സോ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ഫംഗസ് ക്ലാവിസെപ്സ് പർപ്യൂരിയ വിച്ച് ഇസ് എ പാരസൈറ്റ് പാസസ് ത്രൂ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് സ്റ്റേജസ്. 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് വൺ സ്പെസീലിയ ഓർ ഹണിഡ്യൂർ, asexual stage. Second, sclerotium or ascigerous or sexual stage, and third one ascospore stage. First one Spaecilia or honeydew or asexual stage. നമ്മൾ ഓൾറെഡി പറഞ്ഞു എർഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഫംഗൽ ഡിസീസ് കോസ് ബൈ ദ ഫംഗൈ ഓഫ് ദ ജനസ് ക്ലാവിസെപ്സ് പർപ്യൂരിയ. അതായത് റൈ പ്ലാന്റിന് ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഡിസീസാണ് ഈ എർഗോട്ട് എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്ന പാത്തോജൻ്റെ പേരാണ് ക്ലാവിസെപ്സ് പർപ്യൂരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് ആണ് റൈ അല്ലെങ്കിൽ റൈ ഗ്രാസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരു സെറിയിലാണ്, അതായത് നെല്ലും ഗോതമ്പും ഒക്കെ പോലെ വളരുന്ന ഒരു ചെടിയാണ്, ശരിക്കും ഒരു സെറിയിലാണ് ശരിക്കും റൈ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈ പ്ലാന്റിന് ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഡിസീസാണ് എർഗോട്ട് ഓഫ് റൈ എന്ന് പറയുന്നത്. ആ ഡിസീസിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ സ്റ്റോറി ഒന്ന് തുടങ്ങാം. ഓക്കെ, സോ ദ റൈ പ്ലാന്റ് ബിക്കം ഇൻഫെക്റ്റഡ് ബൈ ദ സ്പോർസ് ഓഫ് ദ ഫംഗസ് ഇൻ ദ സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസണിലാണ് നമ്മുടെ കഥയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നെല്ലിൽ കതിരുണ്ടാവുന്ന ഒരു സമയം അറിയാം എല്ലാവർക്കും അല്ലേ. അതേപോലെ ഈ റൈ പ്ലാന്റിൽ ആ ഒരു കതിരുകൾ വരണ സമയത്താണ് ശരിക്കും ഇതിന് ഒരു ഇൻഫെക്ഷൻ വരുന്നത്. ഈ ഒരു പാത്തോജൻ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ പാത്തോജൻ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പോർസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ വിൻഡ് ഓർ ബൈ ദ ഇൻസെക്ട്സ് to the flowers and collected at the base of the young ovary where moisture is present. സാധാരണ എല്ലാത്തിലും ഇപ്പോൾ പൂക്കളിലൊക്കെ പോളിനേഷൻ നടക്കില്ലേ, എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ പൂമ്പാറ്റയോ അങ്ങനെയുള്ള ഇൻസെക്ട്സോ അല്ലെങ്കിൽ കാറ്റോ ഒക്കെ കാരണമാണ് സാധാരണ പോളിനേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ റൈ പ്ലാന്റിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്പോർട്സ് എവിടെന്നെങ്കിലും വന്ന് ആ ചെടിയിൽ വരും. എവിടെയാണ് അത് കളക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കളക്റ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ യങ് ഓവറി വെയർ മോയ്സ്ചർ ഈസ് പ്രസൻറ്റ്. അതായത് ആ ചെടിയുടെ ആ കതിരിൽ പൂക്കൾ, അതായത് ഫ്ലവറിങ് സ്റ്റേജിൽ ആവുന്ന ആ സമയത്താണ്, അവിടെയാണ് അതായത് അതിൻ്റെ ഓവറിയിലാണ് കളക്ട് ചെയ്യുന്നത്. അവിടെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത്, അതായത് മോയ്സ്ചർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് പറ്റിപ്പിടിച്ച് അവിടെ വളരാനുള്ള ചില കണ്ടീഷൻസ് ഒക്കെയാണ്. സോ ദെയർ ജെർമിനേഷൻ ഓഫ് ദ സ്പോർസ് ടേക്സ് പ്ലേസ് ആൻഡ് എ ഫിലമെൻറ്റസ് ഹൈഫേ ഈസ് ഫോംഡ് വിച്ച് എൻറ്റേഴ്സ് ഇൻ ടു ദ വാൾ ഓഫ് ദ ഓവറി ബൈ എൻസൈമാറ്റിക് ആക്ഷൻ. അപ്പോൾ ആദ്യം ഓവറിയുടെ ബേസിൽ പതുക്കെ ചെന്ന് ഇതിരുന്നു, പിന്നെ അവിടെ മോയ്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ അത് അവിടെ നിന്ന് ഇങ്ങനെ വളർന്നു തുടങ്ങി, ഫിലമെൻറ്റസ് ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അത് കുറച്ചും കൂടി ആഴത്തിൽ അത് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ വാൾ ഓഫ് ദ ഓവറി ബൈ എൻസൈമാറ്റിക് ആക്ഷൻ. അതായത് മോയ്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻസൈംസ് ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ കുറച്ചും കൂടി അതിലേക്ക് ഡീപ്പായിട്ട് ഈ ഒരു സ്പോർസ് വളർന്നു തുടങ്ങുന്നു. ഓക്കെ, the hyphae eventually form a soft mass of tissue called as a mycelium. അതായത് ആദ്യം ഹൈഫേ ഉണ്ടാവുന്നു, ഹൈഫേ കുറച്ചൊരു സോഫ്റ്റ് ടിഷ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, വിച്ച് ഇസ് നോൺ എസ് എ മൈസീലിയം. ആൻഡ് സം ഓഫ് ദ ഹൈഫേ പ്രൊഡ്യൂസ് സ്മോൾ ഓവൽ കൊനിഡിയോസ്പോർസ് വിച്ച് ബിക്കം സസ്പെൻഡഡ് ആസ് എ യെല്ലോ ഷുഗറി സെക്രീഷൻ കോൾഡ് എസ് എ ഹണിഡ്യൂ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റേജിൻ്റെ വേറൊരു പേരാണ് ഹണിഡ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഒബ്വിയസ് സൈൻ ഓഫ് ദ എർഗോട്ട് ഇൻഫെക്ഷൻ ഈസ് ദ അപ്പിയറൻസ് ഓഫ് ദ ഹണിഡ്യൂ. അതായത് ഈ ഹണിഡ്യൂ അതിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വരുന്ന ആ ഒരു സ്റ്റേജാണ് ശരിക്കും അസെക്ഷ്വൽ സ്റ്റേജ്
സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഇൻഫെക്ഷൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻസെക്ട്സ് സക്ക് ദ സ്വീറ്റ് ലിക്വിഡ് ആൻഡ് ക്യാരി ദ കൊനീഡിയോ സ്പോർസ് ടു ദ പ്ലാന്റ്സ് ആൻഡ് സ്പ്രെഡ് ദ ഫംഗൽ ഇൻഫെക്ഷൻ ടു ദ റൈപ്പ് പ്ലാന്റ്സ്. ദിസ് സ്റ്റേജ് ഈസ് നോൺ ആസ് ദ സ്പെസീലിയ സ്റ്റേജ്. അപ്പോൾ ഈ ഹണി ഡ്യൂ ഈ ഒരു പ്ലാന്റിൽ ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ അതിങ്ങനെ ഇറ്റിട്ട് വരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ള പൂമ്പാറ്റയോ അങ്ങനെയുള്ള ഇൻസെക്ട്സ് ഒക്കെ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് അത് വേറെ പ്ലാന്റിലേക്ക് അത് പിന്നെയും അത് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും ഈ ഒരു ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജിനെ അതിനെയാണ് നമ്മൾ അസെക്ഷുവൽ സ്റ്റേജ് എന്ന് പറയുന്നത്, ഓറൽസ് ഹണി ഡ്യൂ സ്റ്റേജ് അല്ലെങ്കിൽ സ്പെസീലിയ സ്റ്റേജ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സ്ലൈഡ്. നമുക്കൊരു ഡൗട്ട് തോന്നാം, ഈ എർഗോട്ട് എന്ന് പറയുന്ന ഫംഗസ് റൈപ്പ് പ്ലാന്റിനെ മാത്രമാണ് ബാധിക്കുക? അല്ല, പലതരത്തിലുള്ള സെറീൽസിനെ ബാധിക്കാറുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ സയൻറ്റിഫിക് ആർട്ടിക്കിൾ ആൻഡ് ദിസ് ഇമേജ് ഈസ് എഡിറ്റഡ് ഫ്രം ദാറ്റ് പബ്ലിഷ് ആർട്ടിക്കിൾ. ഇതിൽ കാണാം വീറ്റ്, ഡൊറം വീറ്റിന് ഈ ഒരു സിംറ്റം ഉണ്ടായതാണ്. അതായത് ഈ ഒരു ഇൻഫെസ്റ്റേഷൻ, എർഗോട്ടിൻ്റെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടായ ശേഷം അതിൽ ആ ഒരു ഹണി ഡ്യൂ ആണ് ഫസ്റ്റ് ഇമേജിൽ നിങ്ങൾക്ക് കാണുന്നത്. ഹണി ഡ്യൂ അതായത് ആ ഇൻഫെക്റ്റഡ് ഫ്ലവേഴ്സിൽ കൊനിഡിയോ സ്പോർസ് ആ ഹണി ഡ്യൂവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അതിൽ കാണുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ദ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എർഗോട്ട് സ്ക്ലീറോട്ടിയ. അത് അതിൻ്റെ ഫെർദർ സ്റ്റേജിൽ അത് ഡെവലപ്പ് ചെയ്ത് ഇമേജിൽ കാണുന്നത് ആണ് സ്ക്ലീറോട്ടിയ. ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് സ്ക്ലീറോട്ടിയ. ഓക്കെ, അപ്പോൾ റൈപ്പ് പ്ലാന്റിന് മാത്രമല്ല വീറ്റ് ഇങ്ങനെയുള്ള ബാർലി ഇതിലൊക്കെ ഇത് ഉണ്ടാകാറുണ്ട്. ബജ്റയിലൊക്കെ റിപ്പോർട്ടഡ് ആണ് ഈ ഒരു ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, here you can see the life cycle of ergot. The first stage, it is known as the honeydew or asexual or specialia stage. In this stage, the ripe plant become infected by the spores of the fungus in the spring season. And these spores germinate ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? germinate ചെയ്തിട്ട് it forms the hyphae, and the hyphae eventually form a soft tissue which is known as the mycelium, and some of the hyphae produce conidiospores. അതാണ് നമ്മൾ ഷുഗറി സെക്രീഷനായിട്ട് അതിൽ കാണുന്ന ഹണി ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൽ നോക്കുക, ഓവറീനെയൊക്കെ ഫീഡ് ചെയ്ത ശേഷം ഹണി ഡ്യൂ ഡെവലപ്പ് ആവുന്നതാണ് ആ സെക്കൻഡ് ഇമേജിൽ കാണുന്നത്. ഫസ്റ്റ് നമ്പർ മാർക്ക് ചെയ്തിട്ടുള്ളിടത്ത് തന്നെ ശ്രദ്ധിക്കുക. ഹണി ഡ്യൂ എക്സൂട്ട്സ് ഫ്രം ദ ഇൻഫെക്റ്റഡ് ഫ്ലോററ്റ്സ്. അതിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങുന്നു അല്ലേ? ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സ്പെസീലിയ അല്ലെങ്കിൽ ഹണി ഡ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലും സെക്കൻഡറി സ്പ്രെഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഹണി ഡ്യൂ ഇറ്റിറ്റ് വീഴുമ്പോഴും അതിൽ ഇപ്പോൾ വിൻഡോ അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ വന്നിരുന്ന് അങ്ങനെ സ്പ്രെഡ് ആകാം. ഇനി അടുത്ത സ്റ്റേജിൽ ആണ് നമ്മൾ ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്ക്ലീറോട്ടിയം ഓർ ആസ്കിജറസ് ഓർ സെക്ഷുവൽ സ്റ്റേജ് എന്ന് പറയുന്നു. അതായത് കുറച്ചും കൂടി ഇത് ആഴത്തിൽ വളരാൻ തുടങ്ങുന്നു എർഗോട്ട്. അതായത് എർഗോട്ട് ഡെവലപ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഗ്രെയിൻ. അതായത് ആ ചെടിയുടെ ഗ്രെയിനിന് പകരമായിട്ട്, ഇപ്പം നെൽച്ചെടിയാണെങ്കിൽ നമുക്കറിയാലോ വിത്ത് ഉണ്ടാവും, അതേപോലെ ഈ റൈപ്പ് പ്ലാന്റിലെ ആ സിറിലിന് പകരമായിട്ട് അതിനെ ഇൻവേഡ് ചെയ്തിട്ട് അവിടെ എർഗോട്ട് വളരാനാണ് തുടങ്ങുന്നത്. ആൻഡ് സോ ഇറ്റ് ഡെവലപ്സ് ഇൻ ടു എ പർപ്പിൾ കളർ ടിഷ്യൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആദ്യം ഒരു പർപ്പിൾ കളർ, പിന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഒരു ടിഷ്യൂ ആയിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഇറ്റ് ഫോംസ് ദ സ്ക്ലീറോട്ടിയം. അതിനെയാണ് നമ്മൾ സ്ക്ലീറോട്ടിയം എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് എ റെസ്റ്റിംഗ് സ്റ്റേജ് ഓഫ് ദ ഫംഗസ് എന്ന് പറയുന്നു. അപ്പോൾ ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ദ സമ്മർ. ഈ ഒരു സ്ക്ലീറോട്ടിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ദ സമ്മർ സീസൺ ആകുമ്പോഴാണ് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോഴാണ് അത് കളക്ട് ചെയ്യുന്നത്. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കളക്റ്റഡ് എന്ത് സംഭവിക്കുക? ഇറ്റ് ഫാൾസ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പം മുതലുള്ളതിനെയാണ് നമ്മൾ ആസ്കോപോ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അടുത്ത സ്പ്രിങ് ആകുമ്പോഴത്തേക്കും അത് ദേ പ്രൊഡ്യൂസ് സ്റ്റോക്കഡ് പ്രൊജക്ഷൻസ്. പിന്നെയും അത് ഈ താഴെ വീഴുന്ന സാധനം അതിങ്ങനെ ചെറിയ പ്രൊജക്ഷൻസ് പോലെ ഫെർദർ അത് ജെർമിനേറ്റ് ചെയ്യുന്നു. എർഗോട്ട്സ് ജെർമിനേറ്റ് ഇൻ ദ സ്പ്രിങ് സീസൺ. അടുത്ത സ്പ്രിങ് ആകുമ്പോഴത്തേക്കും അത് ജെർമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ന്യൂമറസ് ആസ്കോപോസ്, അതായത് ഓരോ സ്ട്രൊമാറ്റ പോലെ, അതായത് നമ്മൾ പറഞ്ഞു അല്ലേ ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ദ ഹെഡ് ഓരോന്നിൻ്റെ ഉള്ളിലും ന്യൂമറസ് ഫ്ലാസ്ക് ഷേപ്പ് പോക്കറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, വിച്ച് ഈസ് നോൺ ആസ് ദ പെരിതീഷ്യ. ഈ പെരിതീഷ്യയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ആസ്കോപോസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ സ്പോർസ് എന്ന് പറയുന്നത്. ദീസ് ആസ്കോപോസ് ആർ ഇജക്റ്റഡ് ആൻഡ് സ്പ്രെഡ് ബൈ ദ വിൻഡ്. ഇത് പിന്നെയും വിൻഡ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് വഴി പിന്നെയും അത് സ്പ്രെഡ് ആവുന്നു. അങ്ങനെ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ ലൈഫ് സൈക്കിൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഓഫ് എർഗോട്ട് എന്ന് പറയുന്നത്. 3 സ്റ്റേജാണ്. ഹണിഡ്യൂ സ്റ്റേജ്, ഹണിഡ്യൂ സ്റ്റേജിൻ്റെ വേറെ പേരാണ് അസെക്ഷുവൽ സ്റ്റേജ് അല്ലെങ്കിൽ സ്പെസീലിയ സ്റ്റേജ്. സെക്കൻഡ് ഇതിന് പറയുന്നതാണ് സ്ക്ലീറോട്ടിയം ഓർ ആസ്കിജറസ് ഓർ സെക്ഷുവൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് ആസ്കോപോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
Now we can go to the next stage. It is known as the sclerotium or ascigerous or sexual stage. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ് കണ്ടത്? ഫസ്റ്റ് ഹൈഫേ ഉണ്ടാവുന്നു, ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മൈസീലിയ. മൈസീലിയ ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്. ആൻഡ് സം ഓഫ് ദ ഹൈഫേ പ്രൊഡ്യൂസ് കോണിഡിയോസ്പോസ്. അതാണ് ഹണി ഡ്യൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റേജിലേക്ക് അത് വരുമ്പോൾ ഇത് കുറച്ചും കൂടി അത് ഡീപ്പായിട്ട് വളരാൻ തുടങ്ങും. സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ദേ പെനിട്രേറ്റ് ഇൻ ടു ഡീപ്പർ parts, feed on the ovarian tissues and replace it by a compact dark purple hard tissue which is known as the pseudoparenchyma. ആ ഇമേജിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് ഡെവലപ്മെൻറ്റിൽ സെക്ഷുവൽ സ്റ്റേജിൽ അത് കുറച്ചും കൂടി അത് വളർന്ന് അവിടെയുള്ള ഒവേറിയൻ ടിഷ്യൂസിനെയൊക്കെ ഫീഡ് ചെയ്തിട്ട് ഇത് ഒരു പർപ്പിൾ കളർ ടിഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഫോംസ് ദ സ്ക്ലീറോട്ടിയം ഓർ റെസ്റ്റിംഗ് സ്റ്റേജ് ഓഫ് ദ ഫംഗസ്. ഇതാണ് അതിൻ്റെ സ്ക്ലീറോട്ടിയം സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഡോർമെൻറ്റ് സ്റ്റേജാണ്. അങ്ങനെ കുറേ നാൾ ഈ ഒരു സ്ക്ലീറോട്ടിയം സ്റ്റേജിൽ അത് ആ ഒരു പ്ലാന്റിൽ തന്നെ ഇരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈപ്പ് പ്ലാന്റിൽ ഉണ്ടാവുന്ന ഈ നൽക്കെതിരെ അതിന് ആ ചെടീനെ ഫർദർ അത് വളരാൻ അനുവദിക്കുന്നില്ല. അതിനെ ഫീഡ് ചെയ്തിട്ട് അത് അവിടെയുള്ള ഒവേറിയൻ ടിഷ്യൂസിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു പാരസൈറ്റ് അവിടെ വളർന്ന് അങ്ങനെ സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിനാണ് നമ്മൾ we called as the sclerotium stage. And during the summer the sclerotium or the ergot increases in size and projects from the ear of the ripe plant. ഇനി അടുത്ത സമ്മർ ആകുമ്പോഴത്തേക്കുമാണ് ഇത് ഈ ഒരു എർഗോട്ടിൻ്റെ സൈസ് ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഇപ്പോൾ ഈ പർപ്പിൾ കളറിലുള്ള സാധനം കുറച്ചും കൂടി അതിൻ്റെ സൈസും കളറും ഒക്കെ മാറിയിട്ട് ഇറ്റ് പ്രൊജക്ട്സ് ഫ്രം ദ ഇയർ ഓഫ് ദ റൈപ്പ് പ്ലാന്റ്. ഈ റൈപ്പ് പ്ലാന്റിൽ നിന്ന് അത് പതുക്കെ അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇറ്റ് ഈസ് കളക്റ്റഡ് അറ്റ് ദിസ് സ്റ്റേജ് ബൈ ഹാൻഡ്സ് or machine and used as a drug. The ergot is then dried to remove the moisture. They may be picked up by hand or collected by machine. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇതൊരു ഇൻഫെസ്റ്റേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു. നാച്ചുറലി പ്ലാന്റ്സിൽ സംഭവിക്കുന്ന ഒരു ഇൻഫെസ്റ്റേഷനാണ്. പക്ഷേ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ഈ ഒരു ഇൻഫെസ്റ്റേഷൻ റൈപ്പ് പ്ലാന്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻഫെസ്റ്റേഷൻ ഓഫ് ദ റൈപ്പ് പ്ലാന്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ സെവറൽ മെത്തേഡ്സ്. അപ്പോൾ ഇത് ഡ്രഗായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ മനസ്സിലായതിന് ശേഷമാണ് ഈ ഒരു നമ്മളത് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആർട്ടിഫിഷ്യലി ഇത് കൾട്ടിവേറ്റ്, അതായത് ഇൻഫെസ്റ്റേഷൻ കൃത്രിമമായിട്ട് ആ ഒരു ചെടിക്ക് ഉണ്ടാക്കുന്നു, അതായത് ഈ ഒരു റൈപ്പ് പ്ലാന്റിന് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്ക്ലീറോട്ടിയം സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ വി ക്യാൻ കളക്ട്. ഇറ്റ് ഈസ് കളക്റ്റഡ് അറ്റ് ദ സ്റ്റേജ് ബൈ ഹാൻഡ്സ് ഓർ മെഷീൻ ആൻഡ് യൂസ്ഡ് എസ് എ ഡ്രഗ്. ഇതാണ് നമ്മൾ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദേ മേ ബി പിക്ഡ് അപ്പ് ബൈ ഹാൻഡ് ഓർ ബൈ മെഷീൻ. ഓക്കെ, now let's discuss the next stage which is known as the ascopo stage. നമ്മുടെ ലാസ്റ്റ് സ്റ്റൈലിൽ എന്താ പറഞ്ഞത്? സ്ക്ലീറോട്ടിയം സ്റ്റേജിൽ വി ക്യാൻ കളക്ട് ദ എർഗോട്ട്. സപ്പോസ് if the ergot is not collected, it falls on the ground. Actually the pharmacognosy of ergot is quite interesting, extremely so. And in the next spring season they produce stalked projections which is known as the stromata which have globular heads. അപ്പോൾ എർഗോട്ട് നമ്മൾ സ്ക്ലീറോട്ടിയം സ്റ്റേജിൽ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഫാൾസ് ഓൺ ദ ഗ്രൗണ്ട്. ആൻഡ് അടുത്ത സ്പ്രിങ് ആകുമ്പോഴത്തേക്കും, നമ്മളൊരു സ്പ്രിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, അടുത്ത സമ്മർ ആകുമ്പോഴത്തേക്കുമാണ് സ്ക്ലീറോട്ടിയം ഉണ്ടാവുന്നത്. സപ്പോസ് സ്ക്ലീറോട്ടിയം നമ്മൾ കളക്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത സ്പ്രിങ് ആകുമ്പോഴത്തേക്കും പിന്നെ ഇത് താഴെ വീണിട്ട് ഇറ്റ് പ്രൊഡ്യൂസ് ദ സ്റ്റോക്കഡ് പ്രൊജക്ഷൻസ് വിച്ച് ഇസ് നോൺ ആസ് എ സ്ട്രൊമാറ്റ വിച്ച് ഹാവ് ദ ഗ്ലോബുലാർ ഹെഡ്സ്. ആ ഒരു ഇമേജിൽ കണ്ടില്ലേ, ചെറിയ ചെറിയ മഷ്റൂംസ് പോലെ നിറയെ ഉള്ളത്, അത് അതിൽ നിന്ന് മുളച്ചു വരുന്നതാണ്. അതിനെയാണ് നമ്മൾ സ്ട്രൊമാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് സ്ട്രൊമാറ്റ ഓരോന്നിനും ഇങ്ങനെയുള്ള ഗ്ലോബുലാർ ഹെഡ്സ് ഉണ്ട്, മഷ്റൂംസ് ഒക്കെ പോലെ നിറയെ നിൽക്കുന്ന കണ്ടില്ലേ. And in the inner surface of the heads there are many flask shaped pockets known as the പെരിത്തീഷ്യ. ഈ ഓരോന്നിൻ്റെ ഉള്ളിൽ, ഓരോ ഹെഡിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഫ്ലാസ്ക് പോലത്തെ ഓരോ പോക്കറ്റ്സ് ഉണ്ട് വിച്ച് ഇസ് നോൺ ആസ് ദ പെരിത്തീഷ്യ. താഴെയുള്ള ആ ഒരു ഇമേജിൽ റെഡ് കളറിൽ കാണുന്നില്ലേ, റെഡ് കളറിലൊരു മഷ്റൂം പോലെ, അതാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ ചെറിയ ചെറിയ പോക്കറ്റ് പോലത്തെ ഒരു സാധനം, അതാണ് പെരിത്തീഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് പെരിത്തീഷ്യ കണ്ടെയ്ൻ മെനി സാക്സ്. ഓരോന്നിൻ്റെ ഉള്ളിൽ ആസ്കി അല്ലെങ്കിൽ സാക്സ് ഉണ്ട്. ആൻഡ് അതിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ആസ്കോ സ്പോർസ്, അതായത് 8 ഓഫ് ദ ത്രെഡ് ലൈക്ക് ആസ്കോ സ്പോർസ്. ആ ത്രെഡ് പോലെ ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, അതാണ് ആസ്കോ സ്പോർസ് എന്ന് പറയുന്നത്. അത് 8 എണ്ണം ഉണ്ടാവും ഓരോ സാക്കിൻ്റെ ഉള്ളിൽ. അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു സ്ക്ലിറോട്ടിയത്തിലൊക്കെ 1 മില്യൺ അത്രയും ആസ്കോസ്പോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞ സ്പോർസ് എന്ന് പറയുന്നത് ഈ ആസ്കോസ്പോസിനെയാണ്. ദീസ് ആസ്കോസ്പോസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ ഇൻസെക്ട്സ് ഓർ വിൻഡ്
to the flowers of the rye as described in the first stage. അപ്പോൾ ഇതാണ് വിൻഡോ അല്ലെങ്കിൽ പോളിനേഷനൊക്കെ ഈ ഇൻസെക്ട്സ് വഴിയൊക്കെ നടക്കുമ്പോൾ അടുത്ത പ്ലാന്റിലേക്ക് അങ്ങനെ സ്പ്രെഡ് ആവുന്നത് ഈ ആസ്കോസ്പോർസ് ആണ്. സോ ഇൻ ദിസ് വേ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ എർഗോട്ട് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഇത് ഈ ഒരു ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അടുത്ത സ്റ്റേജിലേക്ക് പിന്നെയും നമ്മൾ ഫസ്റ്റ് ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, it is one of the simplified image of life cycle of ergot. കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എന്താണ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എർഗോട്ട്, അതായത് എർഗോട്ട് എന്ന ഫംഗസിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, നാച്ചുറലി ഉള്ള അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം എർഗോട്ട് ഈസ് എ ഫംഗൽ ഗ്രോത്ത് ആൻഡ് ഇൻഫെസ്റ്റേഷൻ ഓഫ് cereal rye, and due to the infestation the yield of the food grain rye may even reduce to the extent of 20%. അപ്പോൾ ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് തിരിച്ചറിഞ്ഞ ശേഷം ലോകമൊട്ടാകെ ഇത് കൊമേഴ്സ്യലി ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ വേൾഡ് സപ്ലൈ ഓഫ് ദിസ് ഡ്രഗ് വാസ് ഫോർ എ ലോങ് ടൈം ഒബ്റ്റെയിൻ ഫ്രം സ്പെയിൻ, പോർച്ചുഗൽ ഓർ റഷ്യ. അപ്പോൾ ഇത് ഒരു നാച്ചുറലി പ്ലാന്റിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ നാച്ചുറലി റൈ പ്ലാന്റ് അവർ കൾട്ടിവേറ്റ് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ഈസി ആയിരുന്നു. ബട്ട് ഇന്ത്യയിലെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നില്ല. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്, അതായത് റൈസ് നോട്ട് കൾട്ടിവേറ്റഡ് ടു എനി എക്സ്റ്റെൻറ്റ് ഇൻ ഇന്ത്യ. പക്ഷേ ഇതിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ 1942 ആദ്യമായിട്ട് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് മദ്രാസ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ദേ ഇനീഷ്യേറ്റഡ് ദ ആർട്ടിഫിഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ദ എർഗോട്ട് ഓൺ നീലഗിരീസ്. തമിഴ്നാട്ടിലെ നീലഗിരീസിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് മെയ്ഡ് അവൈലബിൾ ടു ദ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഫേംസ്. അവരാണ് ആദ്യമായിട്ട് അപ്പോൾ ഇത് കൾട്ടിവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇനി എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. ഫസ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ ദ കൾച്ചർ മീഡിയ ബൈ യൂസിങ് ദ spores. The ascospores are developed into various colonies in a nutrient medium and diluted with water and sprayed over the crops of rye. And ആ ഒരു നമ്മൾ ഓൾറെഡി ലൈഫ് സൈക്കിൾ പറഞ്ഞു, ആ സ്ക്ലിറോട്ടിയ സ്റ്റേജിലാണ് അത് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദ ഗുഡ് നമ്പർ ഓഫ് സ്ക്ലിറോട്ടിയ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ഈച്ച് സ്പൈക്ക് ഓഫ് റൈ വിച്ച് ഫോൾ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് കളക്റ്റഡ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ എർഗോട്ട് എന്ന ഫംഗസിൻ്റെ ഒരു കൾച്ചർ പ്രിപ്പയർ ചെയ്ത ശേഷം അത് നോർമലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത ഈ റൈ പ്ലാന്റിൽ സ്പ്രേ ചെയ്യും. അപ്പോൾ ആർട്ടിഫിഷ്യലി അതിൽ ഈ എർഗോട്ട് ഉണ്ടായി വരും. ആൻഡ് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് കളക്ട് ചെയ്തിട്ട് പിന്നീട് അതിനെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Preparation to the market. Ergot is collected from the field of rye when the sclerotia are fully developed and projecting from the spike or the ear of the rye plant. The sclerotia are either collected by hand or by machine, and the separated sclerotia immediately put them in a solution of sodium chloride, 30% sodium chloride. What will happen? The ergot will float. The flotation method is very effective and labor saving as compared to other methods adopted commercially. And after collection, the sclerotia are dried thoroughly and stored in suitable containers. This is known as the crude ergot or crude sclerotium. So this sclerotium is used for the isolation of ergot alkaloids. Okay. സോ ഇതിൽ നിന്നാണ് നമ്മൾ ഡ്രഗ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്ക്ലീറോട്ടിയം സ്റ്റേജിലുള്ള എർഗോട്ടിൽ നിന്നാണ് ഡ്രഗ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് റെഡി ഫോർ ദ ഐസൊലേഷൻ ഓഫ് ആൽക്കലോയിഡ്സ്. ക്യാരക്ടേഴ്സ് ഓഫ് എർഗോട്ട്. ഇറ്റ്സ് എക്സ്റ്റേർണലി ഡാർക്ക് violet to black, internally whitish or pinkish white, characteristic and faint odor, 1.5 to 5 cm long and 1.5 mm width, fusiform, slightly curved and subcylindrical, and brittle with short fracture and longitudinal furrows and cracks. അത്രയൊക്കെയാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂഡ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്ലീറോട്ടിയമാണ് കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് നമ്മൾ ഡ്രഗായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. Now we can go to the next stage. It is known as the sclerotium or ascigerous or sexual stage. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ് കണ്ടത്? ഫസ്റ്റ് ഹൈഫേ ഉണ്ടാവുന്നു, ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മൈസീലിയ. മൈസീലിയ ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്. ആൻഡ് സം ഓഫ് ദ ഹൈഫേ പ്രൊഡ്യൂസ് കോണിഡിയോസ്പോസ്. അതാണ് ഹണി ഡ്യൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റേജിലേക്ക് അത് വരുമ്പോൾ ഇത് കുറച്ചും കൂടി അത് ഡീപ്പായിട്ട് വളരാൻ തുടങ്ങും. സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ദേ പെനിട്രേറ്റ് ഇൻ ടു ഡീപ്പർ parts. Chemical test. Ergot under UV light shows a red colored fluorescent
സെക്കൻഡ് വൺ വാനക്സ് ടെസ്റ്റ് എന്ന് പറയും. ഹിയർ ദ എർഗോട്ട് പൗഡർ ഈസ് എക്സ്ട്രാക്റ്റഡ് വിത്ത് മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് സോഡിയം കാർബണേറ്റ് ആൻഡ് രണ്ട് ലെയർ പോലെ ഫോം ചെയ്യും. ദ ക്ലോറോഫോം ലെയർ ഈസ് സെപ്പറേറ്റഡ് ആൻഡ് ആഡ് പാര ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡ്. ഇതിനെയാണ് നമ്മൾ വാൻ എർഗ്സ് റിയേജൻ എന്ന് പറയുന്നത്. ഇൻ സൾഫ്യൂരിക് ആസിഡ് and 5% ferric chloride, a deep blue color is produced. Ergot is used as a oxytocic, vasoconstrictor and abortifacient. എന്താണ് ഓക്സിറ്റോസിക് എന്ന് പറഞ്ഞാൽ? നമ്മളിതിൻ്റെ എർഗോട്ടിൻ്റെ കാറ്റഗറി തന്നെ എന്താ പറഞ്ഞത്? ഓക്സിറ്റോസിക് എന്നാണ്. എന്താണ് ഓക്സിറ്റോസിക്? ദീസ് ആർ ദ ഫാർമക്കോളജിക്കൽ ഏജൻറ്റ്സ് യൂസ്ഡ് ടു ഇൻഡ്യൂസ് കോൺട്രാക്ഷൻ ഓർ ഗ്രേറ്റർ ടോണിസിറ്റി ഓഫ് ദ യൂട്രസ്. അതായത് ലേബർ ഇൻഡക്ഷന് വേണ്ടിയിട്ട്, അതായത് ഡെലിവറിയുടെ സമയത്ത് അസിസ്റ്റ് ചെയ്യാനാണ്. അതുകൂടാതെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ പോസ്റ്റ് പാർട്ടം ഹെമറേജ്. ആക്ച്വലി ഈ ഒരു ഹോർമോൺ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണ് നോർമലി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ശരിക്കും ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് നോർമലി പ്രൊഡ്യൂസ് ബൈ ദ ഹൈപ്പോതലാമസ്, അതായത് പൊസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ഹൈപ്പോതലാമസ് ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ലവ് ഹോർമോൺ എന്നൊക്കെ പറയും ഇതിന്. അതായത് സോഷ്യൽ ബോണ്ടിങ്, സെക്ഷൽ റിപ്രൊഡക്ഷൻ, ചൈൽഡ് ബർത്ത്, അതിലൊക്കെയാണ് അതിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ഈ ഓക്സിറ്റോസിൻ ഇറ്റ് റിലീസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആസ് എ ഹോർമോൺ ഇൻ റെസ്പോൺസ് ടു ദ സ്ട്രെച്ചിങ് ഓഫ് ദ സെർവിക്സ് ആൻഡ് ദ യൂട്രസ് ഡ്യൂറിങ് ദ ലേബർ. അതായത് ഈ സെർവിക്സ് സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ റിലീസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. ഓട്ടോമാറ്റിക്കലി ലേബറിൻ്റെ സമയത്ത് ഇപ്പോൾ നോർമൽ ഒരു ഡെലിവറി ആണെങ്കിൽ അത് റിലീസ് ചെയ്യും ഒരു ഓക്സിറ്റോസിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് ആ ഒരു ബോണ്ടിങ്, അതുപോലെ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹോർമോണാണ്. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ലേബറിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ആൻഡ് ഇത് തന്നെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടാണ് ശരിക്കും ഈ ഒരു ഓക്സിറ്റോസിക് ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിറ്റോസിക് കാറ്റഗറിയിലുള്ളൊരു ഡ്രഗാണ് ശരിക്കും എന്താണ് എർഗോട്ട് എന്ന് പറയുന്നത്. ഇനി എർഗോട്ടിലെ ഏത് കണ്ടൻ്റാണ്? എർഗോമെട്രിൻ ആണ് ഈ ഒരു ഓക്സിറ്റോസിക് അതിന് പ്രോപ്പർട്ടി ഉള്ളത്. അതായത് ഇപ്പോൾ എല്ലാ ആൾക്കാരിലും അങ്ങനെ ഇൻഡ്യൂസ് അങ്ങനെ നോർമലി സംഭവിക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും, ഒരു ഇഞ്ചെക്ഷൻ പോലെ കൊടുക്കും. അപ്പോൾ അത് ഡെലിവറി നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഇറ്റ് റെഡ്യൂസസ് ദ പോസ്റ്റ് പാർട്ടം ഹെമറേജ്, അതിനുശേഷമുള്ള ആ ഒരു ബ്ലീഡിംഗ് ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ടോൺ ഓഫ് ദ യൂട്രിൻ മസിൽസ് ആൻഡ് പ്രിവെൻറ്റ്സ് ദ പോസ്റ്റ് പാർട്ടം ഹെമറേജ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിക്കിന് വേറൊരു പേരുണ്ട്, ടോക്കോലൈറ്റിക് എന്നും കൂടി അതിന് പറയാറുണ്ട്. അതായത് ദീസ് ആർ ദ ഡ്രഗ്സ് അഫക്റ്റിംഗ് ദ യൂട്രിൻ മസിൽ കോൺട്രാക്റ്റിലിറ്റി. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ ഉണ്ടായാലാണ് ശരിക്കും ബേബി സുഖമായിട്ട് അമ്മയിൽ നിന്ന് അത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഹോർമോൺ, അങ്ങനെ ഒരു മെഡിസിനാണ് ശരിക്കും എർഗോമെട്രിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഇതിൻ്റെ വേറൊരു യൂസാണ് ശരിക്കും എർഗോറ്റമൈൻ എന്ന അതിലൊരു കണ്ടൻ്റ് ഉണ്ട്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് മൈഗ്രെയിൻ. അതായത് എർഗോട്ടമൈൻ്റെ ഒരു സെമി സിന്തറ്റിക് ഡൈഹൈഡ്രോ എർഗോട്ടമീനാണ്, അതിൻ്റെ സോൾട്ടാണ്. ഇറ്റ്സ് എ സ്പെസിഫിക് അനാൽജസിക് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മൈഗ്രെയിൻ. അപ്പോൾ അങ്ങനെ രണ്ട് യൂസാണ് എർഗോട്ടിന് ഉള്ളത്. അതായത് എർഗോട്ടി എന്നുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കെമിക്കൽ കോൺസ്റ്റുവൻസിൽ പറഞ്ഞു 2 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഉണ്ട്. അതിൽ 2 മേജർ കോൺസ്റ്റുവൻ്റ് ആണ്. വൺ ഈസ് എർഗോമെട്രിൻ, അനദർ വൺ ഈസ് എർഗോറ്റമൈൻ. എർഗോമെട്രിൻ ഈസ് യൂസ്ഡ് എസ് ഓക്സിറ്റോസിക് ആൻഡ് എർഗോറ്റമൈൻ ഈസ് യൂസ്ഡ് എസ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് മൈഗ്രെയിൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്സിറ്റോസിക് കാറ്റഗറിയാണ്, പക്ഷേ ഇങ്ങനെയൊരു യൂസും കൂടിയുണ്ട്. മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഉപയോഗിക്കുന്ന 2 ഡ്രഗ്സ് തന്നെയാണ് ഈ എർഗോട്ടി എന്നുള്ള ഈ 2 ആൽക്കലോയിഡ്സ്. Okay, so that's all about oxytocic drug, ergot.